പ്രിയമുള്ളവരെ, എല്ലാവർക്കും നമസ്കാരം. ഏറ്റവും വേഗത കൂടിയ മുയലും വേഗത കുറഞ്ഞ ആമയും ഓട്ടപ്പന്തയം വെച്ചപ്പോൾ വേഗത കുറഞ്ഞ ആമ ജയിച്ച ഒരു കഥ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ആ കഥയെല്ലാം മാറി ഇപ്പോൾ അത് പിന്നീട് മുയൽ ജയിച്ചു, പിന്നീട് രണ്ടുപേരും ജയിച്ചു. അങ്ങനെ നമ്മളെല്ലാം കഥയെ മാറ്റിമറിച്ച് കഴിഞ്ഞിരിക്കുന്നു. എങ്കിലും ആ കഥയിൽ ഉൾക്കൊണ്ട ഒരു തത്വമുണ്ട്, ഒരു പഴഞ്ചൊല്ലുണ്ട്. അതായത് മെല്ലെ തിന്നാൽ മുള്ളും തിന്നാം എന്ന്. അതായത് മെല്ലെ തിന്നാൽ മുള്ളും എല്ലാം തിന്നാം എന്ന ഒരു തത്വമല്ല അത് നമ്മെ പഠിപ്പിക്കുന്നത്. നമ്മൾ ജീവിതയാത്രയിൽ ഇങ്ങനെ സഞ്ചരിക്കുമ്പോൾ ജീവിതത്തിൽ പാലിക്കേണ്ട ഏറ്റവും അതിപ്രധാനമായ ഒരു കാര്യം ക്ഷമ തന്നെയാണ്. ക്ഷമയുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് മുന്നേറാൻ പറ്റുകയുള്ളൂ. ഈ തിരക്കുപിടിച്ച ലോകത്തിൽ നമുക്ക് ക്ഷമിക്കാനോ സഹിക്കാനോ പൊറുക്കാനോ ഒന്നും പറ്റും എന്ന് തോന്നുന്നതില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കണം. നമ്മളുടെ മക്കളിലേക്ക്, കുഞ്ഞുമക്കളിലേക്ക് ക്ഷമ എത്തിക്കാൻ വേണ്ടി നമ്മൾ സഹസ്രനാമങ്ങളിലെ ധ്യാന ശ്ലോകങ്ങളുണ്ട്. ആ ധ്യാന ശ്ലോകങ്ങൾ അവിടെ പഠിപ്പിക്കണം. സഹസ്രനാമം എന്ന് പറയുന്നത് ഒരു ജാതിയുടെയോ മതത്തിൻ്റെയോ ഒരു വ്യക്തിയുടെയോ അല്ല. എല്ലാവർക്കും ഒരുപോലെ പഠിച്ച് നമ്മുടെ ബുദ്ധിയെ, അതായത് സമാധി എന്നൊരവസ്ഥയുണ്ട്. ധി എന്ന് പറഞ്ഞാൽ ബുദ്ധിയാണ്. ബുദ്ധിയെ സന്തുലിതാവസ്ഥയിൽ നിർത്തുന്ന അവസ്ഥയാണ് നമ്മൾ സമാധി എന്ന് പറയുന്നത്. അല്ലാതെ സന്യാസി വര്യന്മാർ സമാധി അടഞ്ഞു എന്ന് പറയുന്നത് അവരുടെ ജീവൻ വെടിഞ്ഞു എന്ന് പറയുന്നതല്ല. ആ സമാധിയിലും ഒരുപാട് അർത്ഥങ്ങളുണ്ട്. അങ്ങനെ നമ്മുടെ ബുദ്ധിയെ നല്ല ഒരു സന്തുലിതാവസ്ഥയിൽ എത്തിക്കുമ്പോൾ മാത്രമാണ് നമുക്ക് ക്ഷമയുണ്ടാകുന്നത്. അങ്ങനെ ക്ഷമയുണ്ടാകാൻ നമ്മൾ ആ സഹസ്രനാമത്തിലെ ആ ധ്യാന ശ്ലോകം ഒന്ന് കേട്ടു നോക്കണം. ഒന്നുമില്ലെങ്കിലും കുട്ടികളെ അത് കേൾപ്പിക്കാൻ നമ്മൾ സന്നദ്ധരായിരിക്കണം. അത് മനോഹരമായി നമ്മൾ വേണ്ടുന്നിടത്ത് ഉച്ചാരണ ശുദ്ധിയോടുകൂടി പഠിക്കുമ്പോൾ നമ്മുടെ ബുദ്ധി നല്ല സന്തുലിതാവസ്ഥയിലെത്തും. ഇത് കേട്ടു നോക്കൂ. സിന്ദൂരാരുണ വിഗ്രഹം ത്രിണയനം മാണിക്യമൗലീസ്ഫുര താരാനായക ശേഖരം സ്മിതമുഖേം അഭീനവക്ഷോരുഹം പാണിഭ്യാവളിപൂർണരത്നചഷകം രക്തോൽപലം ബിഭ്രതേം സൗമ്യാം രത്നകടസ്ഥരക്തചരണം ധ്യായേത് പരാമംബികം ധ്യായേത് പത്മാസനസ്ഥാം വികസിതവദനം പത്മപത്മായദാക്ഷീം ഹേമാഭാം പീതവസ്ത്രാം കരകലിതലസധ്യേമപത്മം വരാംഗീം സർവാലങ്കാരയുക്താം സതതമഭേദം ഭക്തനമ്രാം ഭവാനീം ശ്രീവിദ്യാം ശാന്തമൂർത്തിം സകലസുരനുതാം സർവസമ്പത്പ്രദാത്രീം സകുങ്കുമവിലേപനാമളികചുംബികസ്തൂരികം സമന്ദഹസിദേശണാം സശലശാപപാശങ്കുശം അശേഷജനമോഹിനീമരുണമല്യഭൂഷോജ്വലം ജപാകുസുമപാസുരാം ജപവിദൗ സ്മരേദംബികം അരുണാകരുണാതരംഗിതാക്ഷീം ധൃതപാശങ്കുശപുഷ്പബാണചാപം അണിമാതിവിരാവൃതൈ മയൂഖൈ രഹമിത്യേവ വിഭാവയേ മഹേശേ. ഈ ധ്യാനശ്ലോകം കുട്ടികളെ പഠിപ്പിച്ച് ചൊല്ലാൻ പ്രാപ്തരാക്കിയാൽ അവർ ജീവിതത്തിൽ ക്ഷമയോടുകൂടി മുന്നേറും എന്നതിന് യാതൊരു സംശയമില്ല. എല്ലാവരും പഠിപ്പിക്കാൻ ശ്രമിക്കുക. ഇഷ്ടമെങ്കിൽ ഒന്ന് എല്ലാവരിലേക്കും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കാതിരിക്കുക. എല്ലാവർക്കും നന്ദി, നമസ്കാരം.